എത്തിയിട്ടുണ്ട്. കണ്ടോ, വെള്ളയും സബ്ജയും അത്യാവശ്യം നല്ല പൊങ്ങിയാണ് പറക്കണ. സൂം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയാണ്. ഏകദേശം ഞാൻ ടൈം കാണിച്ചത്. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ 38 മിനിറ്റ് പറഞ്ഞു. നമ്മൾ പറത്താൻ തുടങ്ങിയാലേ ഉള്ളൂ ഗൈസ്. പിന്നെ അപ്ഡേറ്റ്സ് കാണിച്ചു തരാം ഇന്നത്തെ ഈ ലോഫ്റ്റിൽ. അന്ന് ഗൈസ് മുട്ടയിട്ടില്ല, കുഞ്ഞ് വിരിഞ്ഞ് അത്യാവശ്യം നല്ല വലുത്. അതിനെടുത്ത് കാണുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കുഞ്ഞ്. ഇതാണ് നമ്മളെ കുഞ്ഞ്. ഇങ്ങനെയാണ് ഇരുത്തിരിക്കണം. ഇത് കണ്ണും കാര്യങ്ങളൊന്നും തെളിഞ്ഞില്ല, ചെറുതും കാര്യങ്ങൾ. നല്ല കുഞ്ഞാണ് ഗൈസ്. അതിൻ്റെ കണ്ണ് തെളിയുന്നില്ല, കാണുന്ന നേരെ കാണാറില്ല. ഇത്രയുള്ള അപ്ഡേറ്റ്സ് ആറൊന്നുമില്ല. പിന്നെ ഗൈസിൻ്റെ തലയുള്ള ഗ്യാര മരിച്ചു പോയി ഗൈസ്. കാക്ക വന്ന് അതിനടിച്ച് കൊന്നു. അത് പോകുന്നു നമ്മൾ പറവ. നല്ല സൂം ചെയ്തല്ലേ കിട്ടുള്ളൂ. കിട്ടൂലേ ഗൈസ്? ഈ ഇടയിൽ കൂടെ ഇങ്ങോട്ടോ പോകാൻ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. അതാ ഇങ്ങോട്ട് വരെയാണ്. നേരെ കിട്ടല്ല ഗൈസ്, നല്ല പൊങ്ങിയത്. അതിങ്ങോട്ട് നേരെ കണ്ടുകൂടാ പ്രശ്നം. കാണാമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. എനിക്കൊന്നും കണ്ടുകൂടാ ഗൈസ്, വെയിലൊക്കെയാണ്. ഇങ്ങോട്ട് പോയിരിക്കണം. ഞാൻ സൂം ചെയ്യാതെ കാണിച്ചു തരാം. ഇതോ പറക്കുകയാണ്. അങ്ങോട്ട് ഇത് കാക്കയാണ്. ഇതല്ല, അതാ വളയാണ്. ഇതാ ഗൈസ്, വേറെ ഏതോ പ്രാവും കൂടെ കയറി പറക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ആരെയാണെന്തോ പറഞ്ഞോളൂ നമുക്ക്. അതെ, അതിൻ്റെ കൂടെ പോകാൻ നമുക്ക് വെട്ട് കാണിച്ച് എത്രയും പെട്ടെന്ന് ഇറക്കാം. അത് പോയിട്ടുണ്ട് ആ പ്രാവ്. പറക്കാണ് 2 പ്രാവുകൾ. പക്ഷെ അത് അതിൻ്റെ കൂടെ പിന്നെയും കയറി. നമുക്ക് പെട്ടെന്ന് ഇറക്കാം ഇനങ്ങളെ. പറക്കാണ് നമ്മളെ പ്രാവ്. നമ്മൾ വെള്ളം കൊടുത്തിട്ടാണ് അത്യാവശ്യം പറത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ നിന്ന് പറക്കുന്നുണ്ട്. അത്യാവശ്യം താഴ്ന്നിട്ടുണ്ട്. ഇനി അത് കയറിക്കോ. വെയിലാണ് കേസ്, ഒന്നും കണ്ടുകൂടെ. പ്രാവിനെ കാണാമെന്ന് വിശ്വസിക്കുന്നു. പ്രാവ് നല്ല താന്ന് എന്താണെന്ന് അറിയില്ല. ഇപ്പം നമ്മളെ പറവ ഏകദേശം 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ വരുന്നുണ്ട് നമ്മൾ പറവ. നമുക്ക് പറ്റുമെങ്കിൽ നാളെ പറത്തണ വീഡിയോ കൂടെ ഇടാം. ട്രെയിനിങ് വീഡിയോ അങ്ങനത്തെയൊക്കെ ഇടാം. നോക്കാം കഴിച്ച്. സമയമാണില്ലാത്ത. സമയം ഉണ്ടെങ്കിൽ ഇടാം കഴിച്ച്. അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലേ ഇടാം. പറവ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാ വരുന്നുണ്ട്. അങ്ങോട്ട് ലോങ് അടിച്ചുകൊണ്ട് പറക്കണം ഗൈസ്. പറവ പിന്നെയും പൊങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ട്, അറിയില്ല ഗൈസ്. പോയി അങ്ങോട്ട് ദൂരോട്ട് പോയി. പൈസാ വരുന്നു നമ്മൾ പറവ. അങ്ങോട്ട് ലോങ് ഒക്കെ പോയിട്ട് വരെയാണ് ഗൈസ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഗൈസ്, ഇന്ന് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് പറപ്പിച്ചിട്ട് അങ്ങ് ഇറക്കാം.
കൂടുതൽ നിർത്തിക്കണല്ലോ ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വേറെ ഏതോ പ്രാവ് വേണമെന്ന് പറഞ്ഞു, ഇത് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ മിസ്സായ ഇത്തിരി പ്രശ്നമാണ്. ഇതാ വരെയാണ് കാണുന്നുണ്ടോ അറിയില്ല. നമുക്ക് വെട്ടിട്ട് ഇറക്കാം ഗൈസ് പെട്ടെന്ന്. പ്രാവിനെടുത്തോണ്ട് വരട്ടെ. നമ്മൾ യവനെ എടുത്ത് മുകളിലോട്ടങ്ങ് എറിഞ്ഞാൽ മതി, അവന്മാർ കാണുന്ന രീതിയിൽ. അപ്പോൾ അവന്മാർ പെട്ടെന്ന് ഇറങ്ങിക്കോളും. അവന്മാർ ആദ്യം നോക്കണം. എന്നിട്ട് എന്തോ പോയാണ്, അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് വളഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നിൽക്കണം. നമുക്ക് പെട്ടെന്ന് ഈ പ്രാവിനെ എടുത്ത് ഇതാ പറഞ്ഞു. വെട്ട് കിട്ടിയിട്ടുണ്ട്. പെരിഞ്ഞ് ഇറങ്ങും. നമുക്ക് ബാക്കി പ്രാവിനെയൊക്കെ എടുത്ത് വെട്ടിടാം. അപ്പോൾ അത് ഇറങ്ങും. പക്ഷെ അതുങ്ങൾ വേറെ ഏതൊരു പ്രാവിൻ്റെ കൂടെ കയറുന്ന കേസ് പെട്ടെന്ന് ഇറക്കമില്ലെങ്കിൽ പണി പാടും. അത് പോകാൻ മിസ്സാവുള്ള ചാൻസ് ഒന്നുമില്ല. ആ വരെയാണ് നിങ്ങൾ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. അത്യാവശ്യം താഴ്ന്നിട്ടുണ്ടല്ലോ. വരുന്നുള്ളൂ പ്രാവ്. ഫുഡ് ഇട്ട് എടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഉറങ്ങും. നല്ല താഴ്ന്നു വന്നിട്ടുണ്ട്. പോയാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫുഡ് ഇട്ട് ഇറക്കാം. നിങ്ങൾ പിന്നെയും കയറി കുങ്ങി ഗൈസ്. നമുക്ക് എത്ര മിനിറ്റാണ് നോക്കട്ടെ. ഏകദേശം കറക്റ്റ് 21 മിനിറ്റായി. ഇപ്പം കതിങ്ങ നേരം പറപ്പിക്കണ്ട. തളർന്ന് എവിടെയെങ്കിലും വീണാലും പ്രശ്നമില്ല. ഗൈസ് ഒരെണ്ണേ ഉള്ളൂ, മറ്റത് കാണാനില്ല. വെള്ളേനെ കാണാനില്ല ഗൈസ്. ആ വെള്ളയുണ്ട് ഗൈസ്. കാരണം അവരാണ് അത്യാവശ്യം താഴ്ന്ന വരെയാണ്. നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതിനെടുത്ത് കയറിയ അവരാണ്. അതിനെടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭാഗമാണ്. ബാക്കിയുള്ള 2 പ്രാവിനും കൂടെ വിടാം. ഇതായിരുന്നുണ്ട് 2 പ്രാവുകൾ. ഒരു സ്മോളിൽ 2 പുട്ട് വലിയ നല്ല പ്രാവുകൾ പറക്കുന്നു. ആരെയാണെന്നറിയില്ല. കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ട്. മോളിലിടാം. അത് ഒരെണ്ണം വന്നിറങ്ങി അടുത്തവരെ കാണും. ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ്ട് വേറെ ആരെയും നമുക്ക് പെട്ടെന്ന് ഇറക്കാം. ബാക്കിയുള്ളതിനെ കൂടെ തുറന്നാൽ അത് ഏകദേശം 23 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രാവിന്ന്. നമ്മൾ കൂട്ടി 1 മണിക്കൂർ ആക്കണം ചേച്ചി. ഞാൻ കുഞ്ഞിനെയും കൂടെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇവനെ എടുത്തില്ല ചേച്ചി. കുഞ്ഞിനെ ഇടാണ്ട് അതിനെ പിന്നിട്ടിട്ടേ ഇടുള്ളൂ. ഇല്ലെങ്കിൽ അത് പറന്ന് നടക്കും എല്ലായിടത്തും. പക്ഷേ നമ്മളെ പ്രാവിൻ്റെ പിന്നെ കാണാനില്ല. അപ്പോൾ നമ്മൾ ഈ ഹവായി കുട്ടി ഇട്ടിട്ട് അവിടെ തിന്നാൻ കൊടുക്കാം. ആദ്യമായിട്ട് ഹവായി കുട്ടി ഇട്ടപ്പോഴാണ് കേസ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഗോതമ്പ് തന്നെയാണ് കേസ്. ഇതിന് വെച്ച് കൊടുക്കാം. നമ്മൾ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പ്രാവ്, കുഞ്ഞു പ്രാവ് ഗൈസ്. ഈ കുഞ്ഞിനെ നമ്മൾ ഊരി വിട്ടിരിക്കുകയാണ്. കാരണം ഗൈസ് അത് പറത്തിയാലൊക്കെ ചില സമയത്ത് തെങ്ങിപ്പോയിരിക്കുകയാണ്. ബാക്കിയുള്ളതിനെയും കൂടെ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അതുകൊണ്ട് നമ്മൾ അതിനെ ചിറകങ്ങ് ഊരിവിട്ട് ഞാൻ ട്രെയിൻ ചെയ്തെടുക്കണം. ഈ സബ്ജയും ഇപ്പോൾ വെള്ളയാണ് പറന്നിപ്പോൾ ഇറങ്ങിയത്. ബാക്കി 2 പ്രാവ് അങ്ങോട്ടുണ്ട് ഗൈസ്. അവിടെ 2 അടുത്ത മുട്ടയിലുള്ളതാണ്. ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ നാളെ പറ്റുമെങ്കിൽ വീഡിയോ ഇടാൻ പറപ്പിക്കണമല്ലോ. ശരി ഗൈസ്.